നമസ്കാരം. അമേരിക്കയെ അതിജാഗ്രതയിലാഴ്ത്തിക്കൊണ്ട് പുടിൻ ചൈനയിലേക്ക് പറഞ്ഞത് ലോകം ഉറ്റുനോക്കുകയാണ്. പുടിന്റെ യാത്രയ്ക്ക് പിന്നിൽ വമ്പൻ ലക്ഷ്യങ്ങളാണ് എന്നത് ഉറപ്പാണ്. ഗാസയിലും ഉക്രൈനിലും സംഘർഷം രൂക്ഷമായതിനാൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ തന്റെ രണ്ടാമത്തെ സന്ദർശനം അടയാളപ്പെടുത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചൈന സന്ദർശിക്കുന്നത് വെറുതെയല്ല. 2030 വരെ കാലാവധി നീട്ടിക്കൊണ്ട് അധികാരത്തിൽ പ്രവേശിച്ച പുടിൻ കൃത്യമായ കണക്കുകൂട്ടലുകളാണ് അണിയറയിൽ നടത്തുന്നത്. എന്തിന് ഇപ്പോഴൊരു കൂടിക്കാഴ്ച എന്ന ചോദ്യം ഇപ്പോൾ മുഴച്ചു നിൽക്കുന്നുണ്ട്. മാത്രമല്ല, അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് അവരുടെ കൂടിക്കാഴ്ച നടക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഗാസയുമായുള്ള യുദ്ധത്തിൽ ഇസ്രായേലിനെ പിന്തുണച്ചതിന് അമേരിക്ക അന്താരാഷ്ട്ര തിരിച്ചടി നേരിടുന്ന സാഹചര്യത്തിലാണ് പുടിന്റെ നീക്കം എന്നതും ശ്രദ്ധേയമാണ്. അമേരിക്കൻ ശക്തിയെ തരം താഴ്ത്താനും അതിനുള്ള ബദൽ വാഗ്ദാനം ചെയ്യുവാനും ഈ നീക്കങ്ങളൊക്കെ എങ്ങനെ തങ്ങൾ പങ്കിട്ട അഭിലാഷങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുമെന്ന തരത്തിലുള്ള ചർച്ചകളാണ് പുടിനും ഷിയും തമ്മിൽ നടത്തുക. അതിനാകും ഈ വേദി ഉപയോഗിക്കുക എന്നതാണ് വിവരം. ചൈനയെ പൂർണ്ണമായും ആശ്രയിക്കുന്ന സമ്പദ് വ്യവസ്ഥയായ പ്യോങ്യാങ് റഷ്യയെ യുദ്ധസാമഗ്രികളിൽ സഹായിക്കുകയാണെന്ന് പാശ്ചാത്യ ഗവൺമെന്റുകൾ വിശ്വസിക്കുന്നുണ്ട്. എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, യുദ്ധകാല സമ്പദ് വ്യവസ്ഥയുടെ അതിജീവനത്താലും ഉക്രൈനിലെ മുൻനിരയിലെ പ്രധാന പോയിന്റുകളിൽ വമ്പൻ ആക്രമണത്തിനിടയിലും ധൈര്യത്തോടെയാണ് പുടിൻ ചൈന സന്ദർശനത്തിനായി എത്തിയത് എന്നുള്ളതാണ്. ഇത് ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. എന്നിരുന്നാലും അടുത്തിടെ യൂറോപ്യൻ പര്യടനത്തിൽ നിന്ന് മടങ്ങിയെത്തിയ ഷീ ജിൻപിങ്ങിന് പുടിനോടുള്ള കൂറ് പാശ്ചാത്യ രാജ്യങ്ങളുമായി ഇടപഴകാനുള്ള തന്റെ കഴിവിനെ തകർത്തിട്ടില്ല എന്ന് തെളിയിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ സന്ദർശനം. റഷ്യയുടെ പ്രതിരോധ വ്യവസായത്തിന് പിന്തുണ നൽകുന്നുവെന്ന് ആരോപിച്ച് അമേരിക്ക ചൈനയിൽ സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന വാർത്തകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. വളർന്നു വരുന്ന ആഗോള പിളർപ്പിന് അടിവരയിടുന്നതിന് ഇരുവരും ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുന്നതായും റിപ്പോർട്ടുണ്ട്. സ്വേച്ഛാധിപത്യ ശക്തികൾ കൂടുതലായി അണിനിരക്കുന്നു. ചൈന, ഇറാൻ, ഉത്തര കൊറിയ എന്നിവിടങ്ങളിൽ നിന്ന് റഷ്യയുടെ ആക്രമണത്തിന് പിന്തുണ ലഭിക്കുന്നുവെന്നാണ് നാറ്റോ മേധാവി ജെൻസ് സ്റ്റോൾട്ടൻബർഗ് കഴിഞ്ഞ മാസം മുന്നറിയിപ്പ് നൽകിയത്. സുരക്ഷ പ്രാദേശികമല്ല എന്നും സുരക്ഷ ആഗോളമാണ് എന്നും ഇത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കൂടാതെ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ സുരക്ഷിതത്വം സംരക്ഷിക്കുന്നതിനും ലോകമെമ്പാടുമുള്ള സമാന ചിന്താഗതിക്കാരായ പങ്കാളികളുമായി പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തിരുന്നു. എന്തായാലും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ചൈന സന്ദർശനം കടുത്ത ഡീലുകൾക്ക് വെളിച്ചം വീശാൻ സാധ്യതയുണ്ട് എന്നതാണ് വിവരം. റഷ്യയുടെ തന്ത്രപ്രധാന പങ്കാളിയാണ് ചൈന. പാശ്ചാത്യ രാജ്യങ്ങൾ എന്തു പറഞ്ഞാലും എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചാലും ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല എന്നതാണ് അവരുടെ നിലപാട്. ഇരുവരും തങ്ങളുടെ പരിധികളില്ലാത്ത സൗഹൃദം വളർത്തി എന്നതാണ് മനസ്സിലാക്കേണ്ടത്. യുഎസിന്റെ ആഗോള സ്വാധീനത്തിനെതിരായ ഒരു പ്രതിവിധി എന്ന അർത്ഥം ഇതിനുണ്ട്. ബൈഡൻ ഭരണകൂടം $18 ബില്യൺ ചൈനീസ് ഇറക്കുമതിക്ക് താരിഫ് പ്രഖ്യാപിച്ചതിനാൽ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ആഗോള സമവായത്തോടുള്ള പരസ്പര എതിർപ്പിനെ അടിസ്ഥാനമാക്കി ഷിയുടെയും പുടിന്റെയും ബന്ധത്തിന്റെ ശക്തി ഈ ആഴ്ച ശക്തിപ്പെടുത്താൻ സാധ്യതയുണ്ട്. വ്യാപാരം, ഊർജം, സുരക്ഷാ സഹകരണം എന്നിവയിൽ വൈദഗ്ധ്യമുള്ള നയസംഘങ്ങളുമായി ഷിയും പുടിനും ഒത്തുകൂടും. ഉക്രൈനിലെ റഷ്യൻ യുദ്ധത്തിന് നിർണായകമായ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളുടെയും ഇരട്ട ഉപയോഗ സാധനങ്ങളുടെയും യുദ്ധാനന്തര കുതിപ്പിനെ തുടർന്ന് റഷ്യയിലേക്കുള്ള ചൈനീസ് കയറ്റുമതി കുറച്ച US നിയന്ത്രണങ്ങൾ നിശബ്ദമായി മറികടക്കാനുള്ള വഴികൾ ഇരുപക്ഷവും, അതായത് പുടിനും ഷിയും ചർച്ച ചെയ്യും. അവർ പുതിയ വഴികൾ തേടും എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചൈനയിലെയും റഷ്യയിലെയും വിശകലന വിദഗ്ധർ ഇത് ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്. യുദ്ധം ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്ന് സൂചിപ്പിച്ച റഷ്യ ഒരു വ്യാപാര പങ്കാളി എന്ന നിലയിലും പടിഞ്ഞാറുമായുള്ള ആഴത്തിലുള്ള സംഘർഷത്തിൽ ഒരു പ്രധാന നയതന്ത്ര സഖ്യകക്ഷി എന്ന നിലയിലും ചൈനയെ കൂടുതലായി ആശ്രയിക്കുമെന്നതാണ് മറ്റൊരു കാര്യം. ഇന്ന് റഷ്യ ചൈന ബന്ധം എക്കാലത്തെക്കാളും ഉയർന്ന തലത്തിലാണുള്ളത്. ബുദ്ധിമുട്ടുള്ള ആഗോള സാഹചര്യങ്ങൾക്കിടയിലും ആ ബന്ധം ശക്തമായി തുടരുകയാണ്. എന്തായാലും അമേരിക്ക പുതിയ നീക്കങ്ങളെ സദാ ജാഗ്രതയോടെ തന്നെയാണ് നിരീക്ഷിക്കുന്നത്. പുടിന്റെയും ഷിയുടെയും തന്ത്രങ്ങൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുവാൻ കൃത്യമായ നീക്കങ്ങളിലേക്കാണ് ബൈഡൻ ഭരണകൂടവും കടക്കുന്നത്.